ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നേപ്പാളിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിക്കൻ മോമോസിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ചെയ്യുന്നത്. കേരളത്തിലും ഇത് വളരെയേറെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വീട്ടിൽ ചിക്കൻ മോമോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചിക്കൻ മോമോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ? മോമോസ് തയ്യാറാക്കാൻ വേണ്ട ഡോ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ക്ലീനായ ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. 2 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം ഓയിലും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പരുവത്തിൽ വേണം ഇവിടെ മോമോസിന് വേണ്ട ഡോ തയ്യാറാക്കിയെടുക്കാൻ. ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി. 2 കപ്പ് മൈദയ്ക്ക് 125 ml വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. മാവിൻ്റെ കടുപ്പം അനുസരിച്ച് വെള്ളം ചേർത്ത് കുഴയ്ക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കൻ നല്ല വൃത്തിയായി കഴുകി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അരയ്ക്കുന്നതിനോടൊപ്പം വെളുത്തുള്ളി, ഇഞ്ചി, സവാളയുടെ പകുതി, ജീരകം എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ കൂടെ അരക്കേണ്ടതില്ല. അതുപോലെ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ആ ജീരകവും ഈ സമയത്ത് അരക്കേണ്ടതില്ല. ഇങ്ങനെ നന്നായി അരച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ചുള്ള മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, സോയാ സോസ്, മല്ലിയില എന്നിവ ചേർത്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയനും ചേർക്കാവുന്നതാണ്. ഒരു മണിക്കൂറിന് ശേഷം മാവ് ഓരോ ചെറിയ ഉരുളകളാക്കി നന്നായി പരത്തിയെടുക്കണം. ഇങ്ങനെ ചെറിയ വലുപ്പത്തിൽ പരത്തിയെടുത്തതിന് ശേഷം ഇനി ഫില്ലിങ് ചേർക്കാം. ഫില്ലിങ് ചേർത്തതിന് ശേഷം മോമോസ് പല ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ 2 തരത്തിലുള്ള ഷേപ്പുകളാണ് കാണിക്കുന്നത്. എല്ലാം ഇതുപോലെ ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് ഫ്രൈ ചെയ്തും എടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇത് ഫ്രൈഡ് മോമോസ് ആവും. ഇവിടെ ഞാനിപ്പോൾ സ്റ്റീംഡ് മോമോസ് ആണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ മോമോസ് എല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ നേപ്പാളിലെ ഫേമസ് ആയ ചിക്കൻ മോമോസിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.